ആഭ്യന്തരമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോണ്ടിച്ചേരി DGP, കർണാടക ADGP, തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടെ നർക്കോട്ടിക് ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന IG-മാർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസീസ്, കസ്റ്റംസ്, RPF, റവന്യൂ ഇൻ്റലിജൻസ്, നാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, IB എന്നീ ഉദ്യോഗസ്ഥന്മാരും യോഗത്തിൽ പങ്കെടുത്തു. കേരള DGP രവട ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഡ്വൈസർ C ഹേമചന്ദ്രൻ, മറ്റ് ADGP-മാർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നമ്മൾ ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓപ്പറേഷൻ തുഫാൻ ആവശ്യമായ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ സഹായം, ഇൻ്റലിജൻസിൻ്റെ സഹായം നമുക്കിതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ DGP-മാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വളരെ ഫലപ്രദമായ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞത്. പ്രധാനമായി ഇതിലെടുത്ത തീരുമാനം അവരെല്ലാവരും ഒരു കാര്യം സംബന്ധിച്ചു, ഓപ്പറേഷൻ തുഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGP-മാരും ADGP-മാരും കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ കരുതി, യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായ ഒരു കോർഡിനേറ്റേഴ്സിന് ഒരു SP ലെവൽ, SP-യുടെ മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ. ആഭ്യന്തരമന്ത്രിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. അതായത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെയൊക്കെ നേതൃത്വത്തിൽ അവരെയൊക്കെ വിളിച്ചു ചേർത്തുള്ള യോഗം വിളിച്ചിരുന്നു. ഒപ്പം തന്നെ അതായത് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ അതിങ്ങനെ സംസ്ഥാനം വിട്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്.